ആ, അപ്പൊ ഒരു പുതിയ പേജ് എടുക്കാം. എടുത്തോ? എടുത്തു. ആ, ഏറ്റവും മുകളിലായിട്ട് ഹെഡിങ് എഴുതുക, ത്രൂ ദി ചാപ്റ്റർ. മലയാളത്തിൽ എഴുതുമ്പോൾ പാഠഭാഗത്തിലൂടെ. ത്രൂ ദി ചാപ്റ്റർ, പാഠഭാഗത്തിലൂടെ. അണ്ടർലൈൻ ചെയ്യുക. ഇവിടെ മുതലാണ് നമ്മുടെ ചാപ്റ്റർ തുടങ്ങുന്നത്. അടുത്ത വരിയിൽ സെക്ഷൻ 1. സെക്ഷൻ 1. എന്തുവായിരുന്നു സെക്ഷൻ 1ന്റെ പേര്? മെന്റൽ മാത്ത് ആൻഡ് സെക്ഷൻ 1 മെന്റൽ മാത്ത് ആൻഡ് ഓൾജിബ്ര. അപ്പൊ മലയാളത്തിൽ എന്തായിരുന്നു ഹെഡിങ്? മനക്കണക്കും എഴുതുക, മനക്കണക്കും ബീജഗണിതവും. ഇതിൽ ആരുടെയൊക്കെ കയ്യിൽ ഇപ്പൊ ടെക്സ്റ്റ് ബുക്ക് ഉണ്ട്? എടുക്ക, ടെക്സ്റ്റ് ബുക്ക് ഉണ്ടോ? മനക്കണക്കും ബീജഗണിതവും. അപ്പൊ നമ്മുടെ ഒന്നാമത്തെ ചാപ്റ്ററിലെ ആദ്യത്തെ എക്സാമ്പിൾ ക്വസ്റ്റ്യൻ വായിച്ച എല്ലാവരും ഒന്ന് വൃത്തിയായിട്ട് ചോദ്യം. There are 100 beads black and white in a box. അപ്പൊ ഒന്ന് വായിച്ച്. ഒരു ചെപ്പിൽ കറുപ്പും വെളുപ്പുമായി 100 മുത്തുകളുണ്ട്. നോക്ക, ചെപ്പ്, ബോക്സ്. ഇതിനകത്ത് എന്തൊക്കെയാണുള്ളത്? ബ്ലാക്കും വൈറ്റും, കറുപ്പും വെളുപ്പുമായിട്ട് എന്തുണ്ട്? മുത്തുണ്ട്. ഇനി ഇതിന്റെ ടോട്ടൽ ആകെ എത്ര എണ്ണം ഉണ്ട്? 100 എണ്ണമുള്ള. ആകെ എത്ര എണ്ണം ഉണ്ട്? ഒരു ചെപ്പിൽ, ഒരു ബോക്സിലെ കറുപ്പും വെളുപ്പും നിറത്തിലുള്ള മുത്തുകളുണ്ട്. 2 എണ്ണം കൂടെ ചേരുമ്പോൾ മൊത്തം എത്ര എണ്ണം ഉണ്ട്? 100 എണ്ണം ഉണ്ട്. ഇനി ബാക്കി വെച്ചാട്ടെ ഇംഗ്ലീഷ് ഇടക്കാര്. 10 more black than white വെച്ചാൽ 10 more black than white. വെളുത്തരെണ്ണം അതിനേക്കാൾ 10 എണ്ണം കൂടുതലാണ് കറുത്തതിന്റെ എണ്ണം. അപ്പൊ ഷോർട്ടാക്കി നമുക്ക് ഇങ്ങനെ പറയാം, ബി ഈക്വൽ ഡബ്ല്യു പ്ലസ് വൈറ്റിനേക്കാൾ 10 കൂടുതലാണ് ബ്ലാക്കിന്റെ എണ്ണം. എങ്കിൽ ബാക്കി ചോദ്യം, ഹൗ മെനി ബ്ലാക്ക് ആൻഡ് ഹൗ മെനി, എങ്കിൽ കറുത്തത് എത്ര എണ്ണം ഉണ്ട്, വെളുത്തത് എത്ര എണ്ണം ഉണ്ട്. അപ്പൊ ഒന്നുകൂടെ, ഒരു ചെപ്പ്, ഒരു ബോക്സ്, അതിൽ കറുത്തതും വെളുത്തതും നിറത്തിലുള്ള മുത്തുകളുണ്ട്. 2ഉം കൂടെ ടോട്ടൽ ആകെ എത്ര എണ്ണം ഉണ്ട്? 100 എണ്ണം ഉണ്ട്. അറിയാവുന്ന ഒരു കാര്യം, വൈറ്റ് എത്ര എണ്ണം ഉണ്ടോ, വെളുത്തത് എത്ര എണ്ണം ഉണ്ടോ അതിനേക്കാൾ 10 കൂടുതലാണ് ബ്ലാക്കിന്റെ, കറുപ്പിന്റെ എണ്ണം. എങ്കിൽ കറുത്തത് എത്ര എണ്ണം ഉണ്ട്, വെളുത്തത് എത്ര എണ്ണം ഉണ്ട്. ചോദ്യം എല്ലാവർക്കും മനസ്സിലായോ? ഈ കണക്ക് മനക്കണക്കായിട്ടും ചെയ്യാം. അതാണ് നമ്മുടെ ഹെഡിങ്, മെന്റൽ മാത്ത് ആൻഡ് ഇത് ഓൾജിബ്ര. നമുക്ക് പരീക്ഷയ്ക്ക് മെന്റൽ മാത്തിലല്ല നമുക്ക് ചെയ്യേണ്ടത്, നമുക്ക് ഓൾജിബ്ര വെച്ചാണ് ചെയ്യേണ്ടത്, ബീജഗണിതം വെച്ചിട്ടാണ് ചെയ്യേണ്ടത്. അപ്പൊ ബീജഗണിതം വെച്ച് ഇതെങ്ങനെ ചെയ്യും എന്ന് പറഞ്ഞാട്ടെ. ബോർഡിൽ എഴുതിയിരിക്കുന്ന വായിച്ചാൽ ഐഡിയ കിടപ്പുണ്ട്. പറഞ്ഞോ. ബോർഡിൽ കിടക്കുന്ന വായിച്ചു നോക്കിയാൽ ഐഡിയ കിടപ്പുണ്ട്. വൈറ്റിനേക്കാൾ വെളുത്തതിനേക്കാൾ 10 കൂടുതലാണ് കറുത്തതിന്റെ എണ്ണം എന്ന് പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതിനകത്തിലെ ആരെ എക്സ് ആയിട്ട് എടുക്കും? അപ്പൊ എഴുതിക്കോളൂ, നമ്പർ ഓഫ് വൈറ്റ് ബീഡ്സ്, വെളുത്ത മുത്തുകളുടെ എണ്ണം. നമ്പർ ഓഫ് വൈറ്റ് ബീഡ്സ്, വെളുത്ത മുത്തുകളുടെ എണ്ണം. അത് നമ്മൾ തൽക്കാലത്തേക്ക് എന്തെന്നെടുക്കുന്നു? എക്സ് ബ്രാക്കറ്റിൽ സപ്പോസ്, ബ്രാക്കറ്റിൽ സങ്കൽപ്പിക്കുക. എഴുതിയപ്പോ അപ്പോൾ അങ്ങനാണെങ്കിൽ ഉടനെ നമുക്ക് ആരുടെ കാര്യം പറയാം? വിച്ച് ഇംപ്ലൈസ്. ഇതിന്റെ അർത്ഥം, ഇത് വായിക്കുന്നത് വിച്ച് ഇംപ്ലൈസ് എന്നാണ്. ഇതിന്റെ അർത്ഥം, നമ്മൾ മുകളിൽ ഒരു കാര്യം എഴുതി വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. എന്താണ്? മുകളിൽ നമ്മളൊരു കാര്യം എഴുതി വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പൊ എഴുതട്ടെ, നമ്പർ ഓഫ്
ബ്ലാക്ക് ബീഡ്സ് മലയാളത്തിൽ കറുത്ത മുത്തുകളുടെ എണ്ണം എത്ര വരും? എക്സ് പ്ലസ് 10, എക്സ് അധികം 10. ഈ രണ്ട് സ്റ്റെപ്പിൽ ആർക്കെങ്കിലും സംശയമുണ്ടോ? ഇല്ല. ഇനി ഒരു വേറെ എന്തൊരു കാര്യം പറഞ്ഞില്ലായിരുന്നു ഇടയ്ക്ക്? ടോട്ടൽ ആകെ എത്ര എണ്ണം ഉണ്ട്? അപ്പൊ അടുത്ത വരിക ടോട്ടൽ നമ്പർ ഓഫ് ബീഡ്സ്, ആകെ മുത്തുകളുടെ എണ്ണം. ടോട്ടൽ നമ്പർ ഓഫ് ബീഡ്സ്, ആകെ മുത്തുകളുടെ എണ്ണം എത്ര എണ്ണം? 100. ബ്രാക്കറ്റിൽ ഗിവൺ. ടോട്ടൽ നമ്പർ ഓഫ് ബീഡ്സ്, ആകെ മുത്തുകളുടെ എണ്ണം 100. ബ്രാക്കറ്റിൽ ഗിവൺ തന്നിട്ടുണ്ട്. ഈ ടോട്ടൽ എന്ന് പറയുന്നത് ആരൊക്കെ ചേരുന്നതാ? വെളുത്ത മുത്തുകളുടെ എണ്ണം, വെളുത്ത മുത്തുകളുടെയും കറുത്ത മുത്തുകളുടെയും എണ്ണം കൂട്ടുമ്പോഴല്ലേ ടോട്ടൽ കിട്ടുന്നത്. അപ്പൊ ഇവിടെ ആരെയൊക്കെ എടുത്ത് നമ്മൾ കൂട്ടണം? അപ്പൊ അടുത്ത വരിയിൽ വിച്ച് എംപ്ലൈസ് എക്സ് പ്ലസ് എക്സ് പ്ലസ് 10 ഈക്വൽ 100 ആണോ? വൈറ്റ് ബീഡ്സിന്റെ വെളുത്ത മുത്തിന്റെ എണ്ണമായ എക്സും ബ്ലാക്ക് ബീഡ്സിന്റെ കറുത്ത മുത്തിന്റെ എണ്ണമായ എക്സ് പ്ലസ് 10 കൂട്ടുമ്പോഴാണ് ടോട്ടലായ ആരെ കിട്ടുന്നത്? 100 കിട്ടും. എക്സും എക്സൂടെ കൂട്ടിയാൽ എഴുതുക 2x പ്ലസ് 10 ഈക്വൽ 100. അപ്പോൾ 2x ഈക്വൽ 100. ഈ ആഡ് ചെയ്തേക്കുന്ന 10 വലതുവശത്ത് കൊണ്ടുപോകുമ്പോൾ സബ്ട്രാക്ട് ചെയ്യണം 10. അപ്പോൾ 2x ഈക്വൽ ടു 100ൽ നിന്ന് 10 കുറച്ചാൽ 90 ആണോ? അപ്പോൾ x ഈക്വൽ 90. ഈ ഇടതുവശത്ത് 2 കൊണ്ട് എന്ത് ചെയ്തിരിക്കുന്നു? മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്നു. ഇത് അപ്പുറത്ത് കൊണ്ടുപോയാൽ അപ്പൊ ഡിവൈഡഡ് ബൈ 2. അപ്പോൾ x ഈക്വൽ 90 ഡിവൈഡഡ് ബൈ 2 എത്രയാണ്? 45, 45. അപ്പൊ x ഈക്വൽ എത്ര കിട്ടി? 45, 45. ഇവിടം വരെ ആർക്കെങ്കിലും സംശയമുണ്ടോ? ഇല്ല. അല്ല, നമ്മൾ ഈ പ്രോബ്ലത്തിൽ ആരെയാണ് എക്സ് എന്ന് വിളിച്ചത്? അപ്പൊ എഴുതുക വെൻ എക്സ്. ഞാൻ ബോർഡെ സ്ഥലമില്ലാത്തതുകൊണ്ട് വലത്തോട്ട് എഴുതുന്നു, നിങ്ങൾ താഴോട്ട് തന്നെ എഴുതണം. വെൻ എക്സ് ഈക്വൽ 45, മലയാളത്തിൽ എക്സ് സമം 45 ആയാൽ. വെൻ എക്സ് ഈക്വൽ 45, എക്സ് സമം 45 ആയാൽ അണ്ടർലൈൻ ചെയ്യുക. നമ്മൾ തുടങ്ങിയ സ്റ്റെപ്പിൽ തിരിച്ചു വരണം. പറഞ്ഞാട്ടെ. നമ്പർ ഓഫ് വൈറ്റ് ബീഡ്സ്, വെളുത്ത മുത്തുകളുടെ എണ്ണം സമം എക്സ് ഈക്വൽ 45, 45 ആണോ? അടുത്തത് നമ്പർ ഓഫ് ബ്ലാക്ക് ബീഡ്സ്, മലയാളത്തിൽ കറുത്ത മുത്തുകളുടെ എണ്ണം. നമ്പർ ഓഫ് ബ്ലാക്ക് ബീഡ്സ് പറഞ്ഞാട്ടെ. എക്സ് പ്ലസ് 10 ഈക്വൽ 45 പ്ലസ് 10 ഈക്വൽ 55. അപ്പൊ ഇത്ര എഴുതിയോ? ഇനി ഈ ചോദ്യം ശരിയാണോ തെറ്റാണോ എന്നറിയാൻ നമ്മൾ വേറെ ആരുടെ സഹായം വേണ്ട, നമുക്ക് തന്നെ പരീക്ഷ ഹാളിൽ നിന്ന് പരിശോധിക്കാം. എങ്ങനെ? ബ്ലാക്ക് എത്ര എണ്ണം? 45. വൈറ്റ് എത്ര എണ്ണം? അല്ല, ബ്ലാക്ക് 55, വൈറ്റ് 45. 55 45 കൂട്ടിയാൽ 100 കിട്ടും. ഇവര് തമ്മിലുള്ള വ്യത്യാസം 10. വൈറ്റിന്റെ എണ്ണമായ 45-നേക്കാൾ 10 കൂടുതലാണ് ബ്ലാക്കിന്റെ എണ്ണമായ 55. എല്ലാം കൊണ്ടും കറക്റ്റ് ആണല്ലോ സംഗതി. ഓൾ സ്റ്റാൻഡപ്പ് ഒന്ന് വായിച്ചു നോക്കി. ഈ കണക്ക് മനസ്സിലായോ? അപ്പോ ഓക്കെ. കറുപ്പും വെളുപ്പുമായി 100 വെളുപ്പിനേക്കാൾ 10 കൂടുതലാണ് കറുപ്പ്. കറുപ്പത്ര വെളുപ്പത്ര. ഇംഗ്ലീഷിന്റെ കാര്യം വായിച്ചോളൂ. എന്താണ് ചോദ്യം?
the price of a table and a chair is 11,000 rupees. അർത്ഥം the price of a table and a chair എന്ന് വെച്ചാൽ അർത്ഥം ഒരു ടേബിൾ, ഒരു മേശയ്ക്കും ഒരു ചെയറിനും കൂടി എത്ര രൂപയാണ്? 11,000 rupees, 11,000 രൂപ. അടുത്ത വായിച്ചാട്ടെ. അതെ, the price of the table and 4 chairs is 14,000. ഒരു ടേബിളിനും ഒരു മേശയ്ക്കും 4 ചെയറിനും കൂടി എത്ര രൂപ? 14,000 രൂപ, 14,000 rupees. എങ്കിൽ ചോദ്യം, വാട്ട് ഈസ് ദി പ്രൈസ് ഓഫ് ഈച്ച്? ഓരോ ഈച്ചയ്ക്കും എത്ര രൂപ വിലയാണെന്നാണ് ചോദ്യം? അല്ല, പിന്നെ ഇതിന്റെ ഓരോന്നിന്റെയും വില കണ്ടുപിടിക്കുക. ഓരോന്നിന്റെ വില എന്ന് പറഞ്ഞാൽ ഒരു ടേബിളിന് എത്ര രൂപ വിലയുണ്ട്, ഒരു മേശയ്ക്ക് എത്ര രൂപ വിലയുണ്ട്, ഒരു ചെയറിന്, ഒരു കസേരയ്ക്ക് എത്ര രൂപ വിലയുണ്ടെന്ന് കണ്ടുപിടിക്കണം. ചോദ്യം മനസ്സിലായ എല്ലാവർക്കും? ഡൗട്ട് ഉണ്ടോ? ഇല്ല. ഇതൊന്ന് വർക്കിംഗ് കൊടുത്തിട്ട് എഴുതിയിട്ടെ. അപ്പൊ ഒരു മലയാളത്തിൽ ചോദ്യം പിടി കിട്ടിയോ? ഓക്കെ. അപ്പൊ ഇത് നമ്മൾ എവിടെ നിന്നൊന്ന് ചെയ്ത് തുടങ്ങും? കഴിഞ്ഞ കണക്കിനകത്ത് കറുത്തതും വെളുത്തതുമായ മുട്ടുകൾ രണ്ടുകൂടെ 100 എണ്ണം ഉണ്ടെന്നും ഒരെണ്ണം മറ്റേതിനേക്കാൾ 10 എണ്ണം കൂടുതലാണെന്നുമാണ് പറഞ്ഞിരുന്നത്. ഇവിടെ ആദ്യത്തെ കണ്ടീഷൻ കണ്ടോ? ഒരു മേശയ്ക്കും ഒരു കസേരയ്ക്കും ഒരു ചെയറിനും കൂടി എത്ര രൂപ? 11,000 രൂപ. ടേബിളിന് എത്ര രൂപ എന്നറിയാവോ? ഇല്ല. ചെയറിന്, കസേരയ്ക്ക് എത്ര രൂപ എന്നറിയാവോ? ഇല്ല. അപ്പൊ എഴുതിക്കോ, പ്രൈസ് ഓഫ് എ ടേബിൾ, പ്രൈസ് ഓഫ് എ ടേബിൾ. മലയാളത്തിൽ ഒരു മേശയുടെ വില, ഒരു മേശയുടെ വില. പ്രൈസ് ഓഫ് എ ടേബിൾ, ഒരു മേശയുടെ വില നമ്മൾ തൽക്കാലം എന്തെന്നെടുക്കുന്നു? എക്സ്. അറിയോ? അപ്പൊ കസേരയുടെ വിലയും അറിയാത്ര? ഇല്ല. അടുത്ത വരിയിൽ പ്രൈസ് ഓഫ് എ ചെയർ, പ്രൈസ് ഓഫ് എ ചെയർ. മലയാളത്തിൽ ഒരു കസേരയുടെ വില സമം വൈ, സമം വൈ. രണ്ടുകൂടെ ചേർത്ത് സപ്പോസ് സങ്കല്പിക്കാം. ഇവിടെ എന്തുകൊണ്ടാണ് വൈ വേണ്ടി വന്നത് മനസ്സിലായോ? ഇല്ല. അതായത് ഇപ്പൊ കഴിഞ്ഞ കണക്കിലെ പോലെ പറയുമായിരുന്നു, ഒരു മേശയ്ക്കും ഒരു കസേരയ്ക്കും കൂടെ 11,000 രൂപ. മേശയ്ക്ക് കസേരയേക്കാൾ ഇത്ര രൂപയും കൂടെ വില കൂടുതലാന്ന് പറഞ്ഞിരുന്നെങ്കിൽ നമുക്ക് എക്സ് ഉപയോഗിച്ച് മാത്രം കണക്ക് ചെയ്യാം. ഇവിടെ ഇപ്പൊ അങ്ങനല്ല പറഞ്ഞേക്കുന്നത്. ഒരു മേശയ്ക്കും ഒരു കസേരയ്ക്കും കൂടി 11,000 രൂപ എന്നാ പറഞ്ഞേക്കുന്നത്. രണ്ടും ഓരോന്നിന്റെ വിലയാ പറഞ്ഞേക്കുന്നത്. പിന്നെ പറഞ്ഞേക്കുന്നതിനകത്തിൽ ഒരു മേശയ്ക്കും 4 കസേരയ്ക്കും കൂടെ ഉള്ള വിലയാ പറഞ്ഞേക്കുന്നത്. അപ്പൊ നമുക്ക് ആരുടെ സഹായം കൂടെ ഉണ്ടെങ്കിലേ കണക്ക് ചെയ്യാൻ പറ്റൂ? രണ്ടാമത്തെ ആളായ വൈയുടെ സഹായം കൂടി ഉണ്ടെങ്കിലേ ചെയ്യാൻ പറ്റൂ. ഇത്രയും കാര്യം ക്ലിയർ ആയോ എല്ലാവർക്കും? അപ്പോ ക്ലിയർ ആയോ? അപ്പൊ ഇനി എഴുതുക, 1 ടേബിൾ, ഒരു മേശ, പ്ലസ് 1 ചെയർ, ഒരു കസേര, സമം ഒരു മേശ പ്ലസ് ഒരു കസേര. 1 ടേബിൾ പ്ലസ് 1 ചെയർ ഈസ് ഈക്വൽ ടു 11,000, 11,000. ബ്രാക്കറ്റിൽ ഗിവൺ തന്നിട്ടുണ്ട്. നിങ്ങൾ നോക്കിയിരുന്നേ. വിച്ച് ഇംപ്ലൈസ് ഒരു മേശയുടെ വില
ഒരു ടേബിളിന്റെ വില നമ്മൾ എന്തായിട്ട് എടുത്തത്? ഇവിടെ കിടപ്പുണ്ട്. എക്സ്. അപ്പൊ എക്സ് പ്ലസ് ഒരു കസേരയുടെ വില വൈ. എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു 11,000. എഴുതട്ടെ. എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു 11,000. വരച്ച് ബോക്സിലിട്ടിട്ട് ഇക്വേഷൻ നമ്പർ 1 എന്ന് വിളിക്കുക. ഇക്വേഷൻ നമ്പർ 1 എന്ന കണക്കിൽ ഇങ്ങനെ എഴുതുന്നത്, ഒന്ന് എഴുതി വട്ടം വരയ്ക്കും. ഇതെങ്ങനെ വായിക്കുന്നത്? ഇക്വേഷൻ നമ്പർ 1. ഇത്ര ഓക്കെ ആയോ എല്ലാവർക്കും? ആയോ? അപ്പോ ക്ലിയർ ആയോ? ഞാൻ അടുത്ത വരിയിൽ എന്തോ പിന്നെ പറഞ്ഞേക്കുന്നേ. എഴുതുക. 1 ടേബിൾ പ്ലസ് ഒരു മേശ അധികം 4 കസേര സമം 4 ചെയേഴ്സ് ഈക്വൽ 14,000. 14,000 ആണോ? അത് എഴുതുന്നില്ല. ബ്രാക്കറ്റിൽ ഗിവൺ. ഇനി അതൊരു ഇക്വേഷൻ ആക്കിയാൽ നമ്മൾ എങ്ങനെ പറയും? ഒരു ടേബിളിന്റെ വില, ഒരു മേശയുടെ വില എക്സ് പ്ലസ് ഒരു കസേരയുടെ വില വൈ. അപ്പൊ 4 കസേരയുടെ വില 4y ഈക്വൽ 14,000. 14,000. ഇക്വേഷൻ നമ്പർ 2. ഓക്കെ. അല്പസമയത്തേക്ക് പേന ധാത്തുവൊക്കെ ശ്രദ്ധിക്കും. നമ്മൾ ഈ 8ാം ക്ലാസ്സിൽ പഠിച്ചപ്പം എക്സ് ഉള്ളത് മാത്രം സോൾവ് ചെയ്യാനല്ലേ പഠിച്ചുള്ളൂ? അല്ലേ? ഇല്ലേ? വൈ ഉള്ളത് സോൾവ് ചെയ്യാൻ പഠിച്ചിട്ടുണ്ടോ? ഇല്ല. അപ്പൊ ഇവിടെ ആരോട് വന്നിട്ടുണ്ട്? ഈ പാഠത്തിലെ 2ാമത്തെ സെക്ഷനിൽ എത്തുമ്പോൾ ഇത് സോൾവ് ചെയ്യാൻ കുറച്ചുകൂടി എളുപ്പമാർഗമുണ്ട്. പക്ഷെ പുസ്തകത്തിന്റെ 1ാം ഭാഗത്തത് പറയാത്തത് കൊണ്ട് ഞാനിവിടെ ചെയ്യാൻ പോകുന്ന പരിപാടി, ഈ 1ാമത്തെ ഇക്വേഷനിൽ നിന്ന് നിങ്ങൾ വൈയുടെ വിലയൊന്ന് പറഞ്ഞു. എക്സും വൈയും കൂടെ കൂട്ടുമ്പോ 11,000 കിട്ടും, 11,000 കിട്ടും. അങ്ങനെയാണെങ്കിൽ ഇവിടുന്ന് വൈയുടെ വില എന്തോ വരും? ഇത് വേറൊന്നും ആലോചിക്കണം, ഇവിടുന്ന് പറഞ്ഞാൽ മതി, ഇതിനകത്ത് നിന്ന് പറഞ്ഞാൽ മതി. എക്സും വൈയും കൂടെ കൂട്ടുമ്പോൾ 11,000, 11,000. അപ്പൊ അവിടുന്ന് വൈയുടെ വില എന്തോ വരും? ഏത് സംഖ്യ വരുമെന്നല്ല എന്റെ ചോദ്യം, അത് നമുക്കറിയത്തില്ല. ഇവിടുന്ന് വൈക്കൊരു വില പറഞ്ഞു. വൈ ഈക്വൽ 11,000, 11,000 മൈനസ്, അതെങ്ങനെ മൈനസ് എക്സ് വന്ന്? അതെന്ത്? ഇവിടെ ഉദാഹരണം പറഞ്ഞാലേ 2 സംഖ്യകൾ തമ്മിൽ കൂട്ടിയപ്പോൾ ഉത്തരം 15 എന്ന് കിട്ടി. അപ്പൊ നിങ്ങൾ ഈ 2ാമത്തെ സംഖ്യയുടെ വില എങ്ങനെ എഴുതുന്നേ? വൈ ഈക്വൽ 15 മൈനസ് നമ്പർ വെച്ച് പറഞ്ഞാൽ 3ഉം 2ഉം കൂടെ കൂട്ടുമ്പോൾ 5 കിട്ടും. അങ്ങനെയാണെങ്കിൽ 2 കിട്ടണമെന്നുണ്ടെങ്കിൽ 5ൽ നിന്ന് 3 കുറച്ചാൽ മതി. ലോജിക്ക് മനസ്സിലായ സംഗതി? അപ്പൊ എഴുതട്ടെ. ഫ്രം ഇക്വേഷൻ നമ്പർ 1 വേണ്ടേ? y ഈക്വൽ ഉണ്ടതില്ല. y ഈക്വൽ 11,000 മൈനസ് എക്സ്. അത് ഞാൻ സംശയം ചോദിക്കട്ടെ, എന്തിനീ വൈയുടെ വില കണ്ടുപിടിക്കുന്നത്? ഓരോ കൊനസ്റ്റ് പരിപാടിയൊക്കെ എഴുതി വെച്ചേക്ക് ഞങ്ങളോടാണോ സമാധാനം ചോദിക്കുന്നതെന്ന് പറയരുത്. ഇതൊക്കെ നമ്മൾ പരീക്ഷ കോളി ഇങ്ങനെ നമ്മൾ തന്നെ ചോദിക്കേണ്ടി വരും. നമ്മളോട് ഈ ചോദ്യമൊക്കെ ചോദിക്കേണ്ടി വരും. ആ ചോദ്യം ഞാൻ നിങ്ങളുടെ മുമ്പ് എങ്ങനെ ചോദിക്കുകയാണ്, ഇതെന്തിനാണ് ഈ വൈയുടെ വില കണ്ടുപിടിച്ചത്? അത് ഇച്ചിരി മുമ്പേ പറഞ്ഞിട്ട് നമ്മൾ കണക്ക് ചെയ്യാൻ തുടങ്ങിയത്. ഓർമ്മയുണ്ടോ ആർക്കും? 8ാം ക്ലാസ്സിൽ നമുക്ക് എക്സ് മാത്രമായിട്ട് സോൾവ് ചെയ്യാൻ അറിയത്തുള്ളൂ. എക്സും വൈയും കൂടെ സോൾവ് ചെയ്യുന്ന വിധം നമ്മൾ എന്ത് ചെയ്തിട്ടില്ല. അപ്പൊ ഇപ്പൊ നോക്കിക്കേ, വൈയുടെ വില നമ്മൾ എന്തുപയോഗിച്ചെഴുതി? എക്സ് ഉപയോഗിച്ചെഴുതി. എന്തുപയോഗിച്ചെഴുതി? അപ്പൊ ഈ വിലയുണ്ടല്ലോ, ഇപ്പൊ കിട്ടിയ വൈയുടെ വില, ഇത് കൊണ്ടുവന്ന് എവിടെ കൊടുക്കണം? 2ാമത്തെ ഇക്വേഷനിൽ കൊടുക്കണം. എവിടെ കൊടുക്കണം? അപ്പൊ എഴുതുക. put this value, put this value in equation number 1. in equation number തെറ്റുണ്ട്, 1-ലല്ല കൊടുക്കണ്ടേ. എവിടെ കൊടുക്കണ്ടേ?
2ൽ ഒന്നാമത്തെ ഇക്വേഷനിൽ നമ്മൾ ആരുടെ വില കണ്ടുപിടിച്ചു? വൈയുടെ വില കണ്ടുപിടിച്ചു. ആ വില കൊണ്ട് നമ്മൾ ഇനിയോടെ കൊടുക്കാൻ പോവാം. എല്ലാരും പേന എന്താത്ത വെച്ചേ. അപ്പോൾ ഇത്രയും ക്ലിയർ ആയോ? ഇനി എല്ലാരും ബോർഡിലേക്ക് നോക്കിയിരുന്നേ. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ഇക്വേഷൻ എങ്ങനെ മാറുമോ നിങ്ങൾ നോക്കിക്കേ. ഇക്വേഷൻ നമ്പർ 2 ഇംപ്ലൈസ്, എല്ലാവരോടും നോക്കിയിരിക്കണം. പറഞ്ഞോ, 2 എങ്ങനെ തുടങ്ങുന്നേ? എക്സ് പ്ലസ് 4 ഇൻറ്റു വൈ. വൈയുടെ വില 11,000 എക്സ് ഈക്വൽ 14,000 14,000. ഇതിൽ ആർക്കെങ്കിലും സംശയമുണ്ടോ? ഇല്ല. അപ്പോൾ എക്സ് അവിടെ നിൽക്കട്ടെ. കഴിഞ്ഞ വർഷമൊക്കെ നമ്മൾ പഠിച്ചതാണ്. ഈ 4 അകത്തോട്ട് ഗുണിക്കാൻ അറിയാമല്ലോ. 4 ഇൻറ്റു 11,000 4 ഗുണം 11,000. 11 4 44 എഴുതുക. 3 0 44,000 44,000 അല്ലേ? ഇനി അടുത്തത് 4 കൊണ്ട് ആരെ ഗുണിക്കുക? അത് വെറും എക്സ് അല്ല, മൈനസ് എക്സ്. 4 ഗുണം മൈനസ് എക്സ് -4x ഈക്വൽ 14,000. ഇതിൽ ആർക്കെങ്കിലും സംശയമുണ്ടോ? ഇവിടെ ക്ലിയർ ആണല്ലോ. എക്സിൽ നിന്ന് 4x കുറയ്ക്കണം. ആരാ വലുത്? 4x. അപ്പോ ഒരാള് പോസിറ്റീവും ഒരാള് നെഗറ്റീവും. കുറയ്ക്കുന്ന വിധം നമ്മൾ എത്ര ക്ലാസ് പഠിച്ചാറ്? വലിയ നമ്പരിൽ നിന്ന് ചെറിയ നമ്പർ കുറയ്ക്കുക. 4xൽ നിന്ന് എക്സ് കുറച്ചാൽ 3x. വലുതിന്റെ ചിഹ്നം മൈനസ്. ഇതിൽ ആർക്കെങ്കിലും സംശയമുണ്ടോ? ഉണ്ടോ? ഇതായിരിക്കും എന്താ സംശയമുണ്ട്? മനസ്സിലായില്ല. എക്സിൽ നിന്ന് എന്ത് കുറയ്ക്കണം? 4x കുറയ്ക്കണം. ചെറുതിൽ നിന്ന് എക്സ് -4x. എന്താ -4x എന്ന് വെച്ചാൽ അർത്ഥം? 4x കുറയ്ക്കുക. അത് എവിടെ നിന്ന് കുറയ്ക്കാൻ പറ്റത്തുള്ളൂ? കാരണം ആ 2 ടൈമിലല്ലേ എക്സ് ഉള്ളത്. എക്സ് ഉള്ളവരെ തമ്മിലേ കൂട്ടാനും എക്സ് ഉള്ളവരെ തമ്മിലേ കുറയ്ക്കാനും പറ്റത്തുള്ളൂ. അപ്പൊ എക്സിൽ നിന്ന് എത്ര കുറയ്ക്കണം? 4x കുറയ്ക്കണം. അപ്പൊ എന്താ ചെയ്യേണ്ട മാർഗം? ആദ്യം 4xൽ നിന്ന് എക്സ് കുറയ്ക്കണം. അപ്പൊ എത്ര കിട്ടും? 3x. എന്നിട്ട് വലിയ സംഖ്യയുടെ ചിഹ്നം എന്താണ്? മൈനസ്. അപ്പൊ അത്ര ഓക്കെ ആയോ? പ്ലസ് 44,000 44,000 ഈക്വൽ 14,000 14,000. കുഴപ്പമൊന്നുമില്ലല്ലോ. അപ്പോൾ -3x ഈക്വൽ ടു ഈ കിടക്കുന്ന 14,000 14,000 അവിടെ നിൽക്കട്ടെ. ഈ ഇടതുവശത്ത് 44,000 44,000 എന്ത് ചെയ്തിരിക്കുന്നു? പ്ലസ് ചെയ്തിരിക്കുന്നു. അത് അപ്പുറത്ത് കൊണ്ടുപോയി മൈനസ് ചെയ്യണം, സബ്ട്രാക്ട് ചെയ്യണം, കുറയ്ക്കണം അല്ലേ? 44,000. അപ്പോൾ -3x ഈക്വൽ ടു 14,000ൽ നിന്ന് 44,000 കുറയ്ക്കണം. ആരാ വലുത്? അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? 44,000ൽ നിന്ന് 14,000 കുറയ്ക്കണം. 0 0 0 0 എത്ര കിട്ടും? 30,000 30,000. പക്ഷെ ഒരു ചെറിയ കുഴപ്പമുണ്ട്. നമ്മൾ 44,000ൽ നിന്നാണ് 14,000 കുറച്ച് വെച്ചേക്കുന്നത്. പക്ഷെ യഥാർത്ഥത്തിൽ എങ്ങനെയാ കുറയ്ക്കണ്ടേ? 14,000ൽ നിന്ന് 44,000 കുറയ്ക്കുക. ചെറുതിൽ നിന്ന് വലുത് കുറയ്ക്കുക ചെയ്യുന്നത്. അപ്പൊ ചിഹ്നം മൈനസ്. അപ്പൊ മൈനസ് 30,000. അപ്പോൾ എക്സ് ഈക്വൽ -30,000. ഈ ഇടതുവശത്ത് ഈ -3 കൊണ്ട് എന്ത് ചെയ്തേക്കുക? മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്നു, ഗുണിച്ചേക്കുന്നു. ഇത് അപ്പുറത്ത് കൊണ്ടുപോയാൽ ഡിവൈഡ് ചെയ്യണം, ഹരിക്കണം. ആണോ? എക്സ് ഈക്വൽ നെഗറ്റീവിനെ നെഗറ്റീവ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ പോസിറ്റീവ്, നെഗറ്റീവിനെ നെഗറ്റീവ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 30,000നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 3 3 വെട്ടിപ്പോയാൽ 1,
എത്ര കിട്ടും? 10,000. 10,000 10,000. സംഗതി നമ്പരൊക്കെ ഇച്ചിരി വലുതാണെന്നേ ഉള്ളൂ, പേടിക്കണ്ട. ഒരു ചെറിയ കുഴപ്പമുണ്ട്. പൂജ്യത്തിന് വിലയില്ല എന്ന് പറഞ്ഞ് ആവശ്യമില്ലാതെ പൂജ്യം വാരിയിടുകയും പൂജ്യത്തിന് വിലയില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഉള്ള പൂജ്യം വെട്ടിക്കളയുകയൊക്കെ ചെയ്താൽ മേശയ്ക്കും കസേരയ്ക്കൊന്നും ലോകത്തെങ്ങും ഇല്ലാത്ത വിലയൊക്കെ വരും. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ചു വേണം ചെയ്യാൻ. ഇപ്പൊ ആരുടെ വില കിട്ടി? എക്സ്. ഈ എക്സ് ആര്? ടേബിളിന്റെ വില. ടേബിളിന്റെ വില എത്ര രൂപയുണ്ട്? എത്ര ഉണ്ട്? 10,000. അത് വെച്ചോണ്ട് നമുക്ക് ആരുടെ വില കണ്ടുപിടിക്കാം? കസേരയുടെ വില കണ്ടുപിടിക്കാം. ഇത്രയും കാര്യം പിടി കിട്ടിയോ? ആ റൈറ്റ് സൈഡിലെ സ്റ്റെപ്പ് വായിച്ചു നോക്കി മനസ്സിലാകുന്നെങ്കിൽ ബുക്കിലോട്ട് എഴുതണം. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം. വായിച്ചു നോക്കട്ടെ. അപ്പോൾ എത്രയും ക്ലിയർ ആയോ? വായിച്ചു നോക്കട്ടെ. ആ, when 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 x equal when x equal 10,000 10,000 when x equal 10,000 10,000 മലയാളത്തിൽ x സമം 10,000 ആയാൽ പറഞ്ഞാട്ടെ, പ്രൈസ് ഓഫ് എ ടേബിൾ, മലയാളത്തിൽ ഒരു മേശയുടെ വില സമം ഒരു മേശയുടെ വിലയെ ടേബിളിന്റെ വിലയെ നമ്മൾ തുടക്കത്തിൽ എന്തെന്നാ വിളിച്ചത്? എക്സ്. ആ എക്സിന്റെ വില ഇപ്പൊ എത്ര കിട്ടി നമുക്ക്? 10,000 10,000 ആണോ അപ്പോ? ഓക്കെ. അടുത്ത ഒരു പറഞ്ഞാട്ടെ. പ്രൈസ് ഓഫ് എഴുത്. പ്രൈസ് ഓഫ് എ ചെയർ. പ്രൈസ് ഓഫ് എ ചെയർ, ഒരു കസേരയുടെ വില. അത് തുടങ്ങിയപ്പോൾ നമ്മൾ എന്തെന്ന് വിളിച്ചു? ഈക്വൽ വൈ. ആ വൈയെ നമ്മൾ ഇച്ചിരി കഴിഞ്ഞപ്പോ ഏതാണ്ട് വേറെ ഒന്ന് വിളിച്ചായിരുന്നല്ലോ. 11,000 മൈനസ് എക്സ്. അപ്പോൾ 11,000 മൈനസ് എക്സിന്റെ വില 10,000 10,000. അപ്പോൾ 11,000 നിന്ന് 10,000 കുറച്ചാൽ 11,000 നിന്ന് 10,000 കുറച്ചാൽ 1,000. ഇത് രണ്ട് രൂപയാണ് കേട്ടോ. ഇതും റുപ്പീസ് ആണ്, ഇതും റുപ്പീസ് ആണ്. അങ്ങനെ എഴുതിയേക്കണം. രണ്ടും റുപ്പീസ്, അതിന്റെ കൂടെ റുപ്പീസ് എന്ന് എഴുതിയാൽ മതി. അപ്പോൾ ഒരു ചെറിയ സംശയം, ഈ ഉത്തരം ശരിയാണോ തെറ്റാണോ എന്ന് നമ്മൾ എങ്ങനെ ഉറപ്പിക്കും? അല്ലാതെ ഉറപ്പിച്ചാലല്ലേ നമുക്ക് ശരിയാണോ തെറ്റാണോ പറയാൻ പറ്റത്തുള്ളൂ. ഇതെങ്ങനെ ശരിയാണോ തെറ്റാണോ എന്ന് ഉറപ്പിക്കും? ഒരു മേശയ്ക്കും ഒരു കസേരയ്ക്കും കൂടി എത്ര രൂപയാണ് വിലയെന്ന് ആദ്യം പറഞ്ഞേക്കുന്നത്? എത്ര? 11,000. ഒരു മേശയുടെ വില 10,000 ആണോ? പ്ലസ് ഒരു കസേരയുടെ വില 1000. രണ്ടുകൂടെ കൂട്ടുന്നു 0 0 1 1. 11,000 ആയില്ലേ? ഒരു മേശയ്ക്കും ഒരു കസേരയ്ക്കും കൂടി എത്ര രൂപ വിലയായി? 11,000. സൈഡിലോട്ട് എഴുതിയത് 10,000 പ്ലസ് 1,000 ഈക്വൽ 10,000 പ്ലസ് 1,000 ഈക്വൽ ഇനി ചോദ്യത്തിലെ രണ്ടാം ഭാഗത്ത് എന്തോ പറഞ്ഞേക്കുന്നത്? ഒരു മേശയ്ക്ക് എത്ര രൂപ? 10,000 പ്ലസ് എത്ര കസേര? 4. ഒരു കസേരയ്ക്ക് എത്ര രൂപ? 1000. 4 കസേരയ്ക്ക് 4,000. അപ്പൊ 10,000 പ്ലസ് 4,000 0 0 0 4 1 എത്ര രൂപ? ഈ 14,000 നേരത്തെ എവിടെ കണ്ടായിരുന്നു? ക്വസ്റ്റ്യനകത്ത്. അപ്പൊ നമുക്ക് കിട്ടിയ ഉത്തരം തന്നെ കറക്റ്റ് ആണല്ലോ. സംശയം എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. അപ്പൊ എഴുതിയോ? ശരി. അപ്പൊ ഓൾ സ്റ്റാൻഡപ്പ്. എല്ലാവരും ചോദ്യോത്തരം വായിച്ചു നോക്കുക. മനസ്സിലാകുന്നവർക്ക് ഇരിക്കാം. ഡൗട്ട് ഉണ്ടെങ്കിൽ